നമസ്കാരം. തെറ്റുപറ്റിയതായി എ.ഡി.എം നവീൻ ബാബു പറഞ്ഞതായി കുറ്റപത്രത്തിൽ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി. നവീൻ ബാബു പറഞ്ഞ കാര്യങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനോട് പറഞ്ഞിരുന്നതായും കളക്ടർ മൊഴി നൽകിയിട്ടുണ്ട്. യാത്രയപ്പിനെക്കുറിച്ചും എ.ഡി.എം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും മന്ത്രി കെ രാജനോട് പറഞ്ഞുവെന്നാണ് കളക്ടർ മൊഴി നൽകിയിരിക്കുന്നത്. പരാതി കിട്ടിയാൽ അന്വേഷണം നടത്താമെന്ന് മന്ത്രി പറഞ്ഞതായും കളക്ടർ മൊഴി നൽകി. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പകർപ്പ് ഞെട്ടിക്കുന്നതാണ്. അടിമുടി ദുരൂഹമാണ് ഈ കേസിലെ പോലീസിന്റെ കണ്ടെത്തൽ. കളക്ടറുടെ മൊഴിയിൽ മന്ത്രി രാജന്റെ സ്റ്റേറ്റ്മെന്റ് പോലീസ് എടുത്തിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. സ്വാഭാവികമായി ഇക്കാര്യം മന്ത്രിയോട് പോലീസ് തിരക്കേണ്ടതാണ്. ഏതായാലും നവീൻ ബാബുവിനെ അന്വേഷണത്തിൽ കളക്ടർ കൈവിട്ടുവെന്ന് സാരം. ഈ മൊഴി ശരിയാണോ എന്ന് വെളിപ്പെടുത്തേണ്ടത് മന്ത്രി കെ രാജന്റെ ഉത്തരവാദിത്തമാണ്. യാത്രയപ്പ് ചടങ്ങിന് ശേഷം എ.ഡി.എം ചേംബറിലെത്തിയെന്നും പി ദിവ്യയുടെ ആരോപണത്തെക്കുറിച്ച് എ.ഡി.എമ്മിനോട് ചോദിച്ചെന്നുമാണ് കളക്ടർ മൊഴി നൽകിയിരിക്കുന്നത്. ഫയലിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു, അതുകൊണ്ട് വൈകിയെന്ന മറുപടിയാണ് എ.ഡി.എം നൽകിയത്. അതല്ലാതെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അരനിമിഷം തല താഴ്ത്തി തെറ്റുപറ്റിയെന്ന് എ.ഡി.എം പറഞ്ഞതായി കളക്ടർ മൊഴി നൽകിയിട്ടുണ്ട്. പിന്നീട് നവീൻ ബാബു ചേംബറിൽ വാതിൽ വരെ പോയി തിരിച്ചു വന്നുവെന്നും അവരുടെ കയ്യിൽ റെക്കോർഡിംഗ് ഉണ്ട് എന്ന് തോന്നുന്നതായി പറഞ്ഞുവെന്നും കളക്ടർ മൊഴി നൽകിയിട്ടുണ്ട്. പിന്നാലെ എ.ഡി.എമ്മിനെ ആശ്വസിപ്പിച്ച് മടക്കി അയച്ചുവെന്നാണ് കളക്ടർ മൊഴി നൽകിയത്. ആത്മവിശ്വാസത്തോടെ നേരിടണമെന്ന് നവീൻ ബാബുവിനോട് പറഞ്ഞു എന്നാണ് കളക്ടർ മൊഴി നൽകിയത്. ഇതിന് പിന്നാലെ ഈ വിവരങ്ങൾ മന്ത്രിയെ അറിയിച്ചുവെന്നാണ് കളക്ടർ മൊഴി നൽകിയത്. യാത്രയപ്പിന് ശേഷം പി ദിവ്യയും വിളിച്ചുവെന്നും ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ടെന്ന് ദിവ്യ പറഞ്ഞതായും കളക്ടർ മൊഴി നൽകി. ഇതെല്ലാം നവീൻ ബാബുവിന്റെ ആത്മഹത്യയെന്ന് ഉറപ്പിക്കാനും ദിവ്യ നടത്തിയത് നിയമപരമായ ഇടപെടലുകളാണെന്നും വരുത്താനുള്ള മൊഴികളാണ്. ഇത്തരത്തിലാകും അന്വേഷണത്തിന്റെ പോക്കെന്ന് മനസ്സിലാക്കിയാണ് നവീൻ ബാബുവിന്റെ കുടുംബം CBI അന്വേഷണമെന്ന ആവശ്യവുമായി എത്തിയത്. ഇനി കുറ്റപത്രത്തിനെതിരെ അവർ നിയമ പോരാട്ടം നടത്തുമെന്നാണ് സൂചന. നവീൻ ബാബുവിന്റെ മരണത്തിൽ പി ദിവ്യ മാത്രമാണ് കുറ്റക്കാരിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. നവീൻ ബാബുവിന്റെ യാത്രയപ്പ് പി ദിവ്യ നടത്തിയ പ്രസംഗം ആത്മഹത്യ പ്രേരണയായി. ദിവ്യയെ ക്ഷണിച്ചിരുന്നില്ലെന്ന് കളക്ടറേറ്റ് ജീവനക്കാർ മൊഴി നൽകി. ഫയലിൽ അനാവശ്യ കാലതാമസം വന്നിട്ടില്ല. കൈക്കൂലി നൽകിയതിന് നേരിട്ടുള്ള ഒരു തെളിവുമില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. പി ദിവ്യയാണ് ദൃശ്യം ചിത്രീകരിക്കാൻ പ്രാദേശിക ചാനലുകാരനെ ഏർപ്പാടാക്കിയത്. പരിപാടിക്ക് മുൻപും ശേഷവും കളക്ടറെ ദിവ്യ വിളിച്ചിരുന്നു. എ.ഡി.എം ആത്മഹത്യ ചെയ്തതിനു ശേഷവും ദിവ്യ കളക്ടറെ വിളിച്ചിരുന്നുവെന്ന് മൊഴിയുണ്ട്. മൊഴികളിലേറെയും പി ദിവ്യയ്ക്ക് അനുകൂലമാണെന്നതാണ് വസ്തുത. ആത്മഹത്യയ്ക്ക് മുൻപ് നവീൻ ബാബു ദിവ്യയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നാണ് രസകരമായൊരു സാക്ഷിമൊഴി. തന്നെ ഇടനിലക്കാരനാക്കാൻ നവീൻ ബാബു ശ്രമിച്ചെന്നാണ് ദിവ്യയുടെ ബന്ധു പ്രശാന്ത് ആരോപിക്കുന്നത്. പ്രശാന്തിന്റെ പെട്രോൾ പമ്പ് അടക്കമുള്ള വിഷയങ്ങളിലേക്ക് അന്വേഷണം നീണ്ടിട്ടില്ല. ഇരുവരും തമ്മിലുള്ള ബന്ധം എ.ഡി.എമ്മിന് അറിയാമായിരുന്നുവെന്ന് പ്രശാന്ത് പറഞ്ഞു. യാത്രയപ്പിന് ശേഷം എ.ഡി.എമ്മും താനും ക്വാർട്ടേഴ്സിന് സമീപത്ത് വെച്ച് കണ്ടെന്നും പ്രശാന്ത് പറഞ്ഞു. ദിവ്യയോട് താൻ മുഖാന്തരം സംസാരിക്കാമെന്ന ഉദ്ദേശത്തോട് വിളിച്ചു വരുത്തിയതാണെന്നാണ് മൊഴി. പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് മൊഴി. കളക്ടറേറ്റിലെ യാത്രയപ്പ് യോഗത്തിന് ശേഷം നവീൻ ബാബു ഒരാളെ മാത്രമാണ് കണ്ടതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. വൈകിട്ട് 7 അഴീക്കോട്ടെ പ്രശാന്തനെയാണ് കണ്ണൂർ മുനീശ്വരൻ കോവിലിന് സമീപത്ത് കണ്ടത്. നവീൻ ബാബു തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന പ്ലാസ്റ്റിക് കയറിന്റെയും അടിവസ്ത്രത്തിൽ കാണപ്പെട്ട കറിയുടെയും വസ്ത്രങ്ങളുടെയും ശാസ്ത്രീയ പരിശോധന ഫലങ്ങൾ ആത്മഹത്യയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. മഞ്ഞ നിറത്തിലുള്ള പ്ലാസ്റ്റിക് കയർ ഉത്തരത്തിൽ കെട്ടുമ്പോൾ കൈവിരലിലെ നഖങ്ങൾക്കിടയിൽ കയറിന്റെ അംശങ്ങൾ കണ്ടെടുത്തു. അടിവസ്ത്രത്തിൽ കണ്ട കറ തൂങ്ങി നിൽക്കുമ്പോൾ സംഭവിച്ച ഭയത്തിൽ നിന്നോ മറ്റോ ആയിരിക്കാമെന്നാണ് പറയുന്നത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ TM പ്രജിത്തിന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. അതിൽ തൂങ്ങി മരണമെന്നാണ് കണ്ടെത്തിയത്. ശരീരത്തിൽ മറ്റ് മുറിവുകളൊന്നുമില്ല. കൊന്നു കെട്ടിത്തൂക്കിയതാണെന്ന സംശയം ഡോക്ടർമാർ പറഞ്ഞിട്ടുമില്ല. ഇൻക്വസ്റ്റിലും അത്തരം സംശയത്തിന് കാരണമായ തെളിവുകൾ കിട്ടിയിട്ടില്ല. മരിക്കുന്നതിന് തൊട്ട് മുൻപ് പുലർച്ചെ 4:56 ഭാര്യ മഞ്ജുഷയുടെയും സഹോദരൻ പ്രവീൺ ബാബുവിന്റെയും മൊബൈൽ ഫോൺ നമ്പർ സഹപ്രവർത്തകന് സന്ദേശമായി അയച്ചു കൊടുത്തത് മരണവിവരം അറിയിക്കാനാണെന്ന് തെളിവായി കുറ്റപത്രത്തിലുണ്ട്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾക്കും കുറ്റപത്രത്തിൽ മറുപടി പറയുന്നുണ്ട്. നവീൻ ബാബുവിന്റെ 2 ഫോണുകളിലും ആത്മഹത്യക്കുറിപ്പ് ഉണ്ടായിരുന്നില്ല. പോലീസ് സംഘം മൃതദേഹത്തിലും മുറിയിലും വിശദമായ പരിശോധന നടത്തിയെങ്കിലും ആത്മഹത്യക്കുറിപ്പ് ലഭിച്ചില്ല. അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ വേണം ഇൻക്വസ്റ്റ് തയ്യാറാക്കേണ്ടത് എന്നത് നിർബന്ധമല്ല. മരണം നടന്ന് 4 മണിക്കൂറിനുള്ളിൽ ഇൻക്വസ്റ്റ് നടത്തണമെന്ന് സർക്കുലറുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് 12 മണിക്കൂറോളം യാത്രയുള്ളതിനാൽ ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാൻ സഹോദരൻ കളക്ടറേറ്റ് ഉദ്യോഗസ്ഥരോട് ഫോണിൽ നിർദ്ദേശിച്ചിരുന്നു. ഒക്ടോബർ 15 രാവിലെ 10:45 11:45 ഇടയിലാണ് ഇൻക്വസ്റ്റ് നടത്തിയത്. 15 രാത്രി 11 നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ സ്ഥലത്തെത്തിയത്. പത്തനംതിട്ടയിൽ നിന്ന് ബന്ധുക്കൾ വരുന്നതുവരെ മൃതദേഹം സൂക്ഷിക്കാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല. യാത്രയപ്പ് യോഗത്തിൽ പങ്കെടുത്ത ജീവനക്കാർ, നവീൻ ബാബുവിന്റെ ഭാര്യ, കുട്ടികൾ എന്നിവരുടെയൊക്കെ മൊഴിയെടുത്തു. വിരലടയാളം അടക്കം ശേഖരിച്ചു. നവീൻ ബാബു ഉപയോഗിച്ച 2 ഫോണുകളും കണ്ടെടുത്ത് ഫോൺ വിവരങ്ങളടക്കം പരിശോധിച്ചു.